കഴിഞ്ഞ 12 വർഷമായി അബോധാവസ്ഥയിൽ കഴിയുന്ന മകന് ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയിരിക്കുകയാണ് ഒരച്ഛൻ. ഹരീഷ് റാണ എന്ന UP സ്വദേശി 19 വയസ്സ് മുതൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അയാൾ ഇനിയും അങ്ങനെ കിടക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയാകും അന്തിമ തീരുമാനമെടുക്കുക. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. 2013 ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ താമസിക്കുന്ന കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശി ഹരീഷ് റാണ കിടപ്പിലാകുന്നത്. തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് പല ആശുപത്രികളിലായി ചികിത്സ. പക്ഷേ കാര്യമുണ്ടായില്ല. അപകടത്തിന്റെ തീവ്രതയിൽ അബോധാവസ്ഥയിലായ ഹരീഷ് ഇന്നും അതേ അവസ്ഥയിൽ തുടരുകയാണ്. സുഖം പ്രാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. പിന്നാലെയാണ് മകന്റെ കിടപ്പിൽ മനംനൊന്ത പിതാവ് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന വിശ്വാസത്തിൽ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപേക്ഷ പരിഗണിച്ച കോടതി എയിംസിലെ ഡോക്ടർമാരോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരിക്കെയാണ് അന്നത്തെ 19-കാരന്റെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. ചണ്ഡീഗഡിൽ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ 4ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് അവൻ താഴേക്ക് വീണത്. തുടർന്ന് അബോധാവസ്ഥയിലായ അവനെ PGI ചണ്ഡീഗഡ്, എയിംസ് ഡൽഹി, റാം മനോഹർ ലോഹ്യ ആശുപത്രി, ലോക്നായക് ജയ്പ്രകാശ് നാരായൺ ആശുപത്രി, ഫോർട്ടിസ് ആശുപത്രി എന്നിവിടങ്ങളിൽ പലതവണ ചികിത്സിച്ചെങ്കിലും ഇന്നേ വരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 31 വയസ്സുണ്ട് ഹരീഷിന്. ജസ്റ്റിസുമാരായ JB പടിവാല, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ദയാവധ ഹർജി പരിഗണിക്കുന്നത്. മാതാപിതാക്കളുടെ ആവശ്യം കേട്ട ബെഞ്ച് നിർണായക വിധി പുറപ്പെടുവിക്കേണ്ട സമയമാണിതെന്നാണ് സൂചിപ്പിച്ചത്. രോഗി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ന്യൂഡൽഹി എയിംസിലെ സെക്കൻഡറി മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പഠിക്കാൻ അഭിഭാഷക രശ്മി നന്ദകുമാർ, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി എന്നിവരോട് കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഹരീഷ് റാണയുടെ മെഡിക്കൽ ഹിസ്റ്ററി, ന്യൂറോളജിക്കൽ അസസ്മെന്റ്, രോഗനിർണയ കണ്ടെത്തലുകൾ, മറ്റ് പ്രസക്ത നിരീക്ഷണങ്ങൾ എന്നിവയുൾപ്പെടുന്നതാണ് റിപ്പോർട്ട്. റാണയുടെ അവസ്ഥ ദയനീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഏറെ ദുഃഖകരമാണ് ഈ റിപ്പോർട്ടെന്നും നിരീക്ഷിച്ചിരുന്നു. റിപ്പോർട്ട് തങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നും യുവാവിനെ ഇനി എന്നും ഇതുപോലെ നിലനിർത്താൻ തങ്ങൾക്കാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ദയാവധത്തിനുള്ള നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മെഡിക്കൽ ജീവൻ രക്ഷാ ചികിത്സ പിൻവലിക്കണമെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ദ്വിതീയ മെഡിക്കൽ ബോർഡുകളുടെ സമ്മതം ആവശ്യമാണ്. അന്തിമ തീരുമാനം മെഡിക്കൽ റിപ്പോർട്ടുകളുടെ വിലയിരുത്തലിന്റെയും രോഗിയുടെ കുടുംബം അവരുടെ അഭിഭാഷകർ മുഖേന പ്രകടിപ്പിക്കുന്ന ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് കോടതി പറയുന്നത്. ജനുവരി 13 അന്തിമ വിധിക്ക് ഹാജരാകാനാണ് നിലവിൽ റാണയുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ദയാവധത്തിന് നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾക്കനുസൃതമായി ഹരീഷിന്റെ ജീവൻ നിലനിർത്തുന്ന ചികിത്സ പിൻവലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും മുൻപ് കോടതി രക്ഷിതാക്കളിൽ നിന്ന് നേരിട്ട് വാദം കേൾക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആശുപത്രികൾ കൈയൊഴിഞ്ഞതോടെ റാണ വർഷങ്ങളായി വീട്ടിൽ തന്നെയാണുള്ളത്. ഇടയ്ക്കൊക്കെ ഒരു നഴ്സും വീട്ടിലെത്തും. 10 വർഷത്തിലേറെയായി തുടരുന്ന ചികിത്സയെ തുടർന്ന് കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കുടുംബം. ചികിത്സ കൊണ്ട് കാര്യമില്ലെന്ന ഡോക്ടർമാരുടെ അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുടുംബം ദയാവധ അപേക്ഷയുമായി കോടതിയിലെത്തിയത്. മുൻപ് 2018-ലും 2023-ലും അപേക്ഷ നൽകിയിരുന്നെങ്കിലും സുപ്രീം കോടതി നിരസിച്ചിരുന്നു. സുഖം പ്രാപിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് സ്ഥിരീകരിക്കുന്ന പുതിയ മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു വീണ്ടും ഹർജി നൽകിയത്.